അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി. ഒന്ന്, പ്രധാനമായിട്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, എല്ലാ മൗലികാവകാശങ്ങളും എടുത്തു കളഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ എന്താ പറയുക ഒരു തേർവാഴ്ച ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ പ്രതിരോധിച്ച് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം, അന്ന് നിലവിൽ RSS, ജനസംഘം മുതലായ സംഘടനകൾ, RSS ആണ് അതിന് മുൻകൈ എടുത്തത്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു 2000-ഓളം പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ, പ്രമുഖ നേതാക്കളൊക്കെ അകത്തായി. രണ്ടാം നിര നേതാക്കൾ മാത്രമാണ് പുറത്തുള്ളത്. പക്ഷേ അവർ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഭീകര അന്തരീക്ഷം. അത്തരം ഒരു സാഹചര്യത്തിൽ പലരും അണ്ടർഗ്രൗണ്ടിലായി, പ്രവർത്തന രംഗത്തില്ല. അങ്ങനെ ആകെപ്പാടെ ഒരു അന്തരീക്ഷം മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഊർജം പകർന്നുകൊണ്ട് RSS മുൻകൈ എടുത്തുകൊണ്ട്, RSSും ജനസംഘവും കൂടി ചേർന്ന് മുൻകൈ എടുത്തുകൊണ്ട് ഇതിനെതിരെ പ്രതിരോധിക്കണം. നമ്മളിങ്ങനെ നിരോധിച്ചില്ലേ? അതെ, അതിനെതിരെ പ്രതിരോധിക്കണം എന്നുള്ള നിലയ്ക്ക് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു സംഘടന തന്നെ രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് ലോക സംഘർഷ സമിതി എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ ചെയർമാനായിട്ട് ജയപ്രകാശ് നാരായണനെ തന്നെ അതിൻ്റെ ചെയർമാനാക്കി. RSSന്റെ ഒരു പ്രചാരകനായിരുന്നു നാനാജി ദേശ്മുഖ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയി. അതിൻ്റെ ട്രഷററായിട്ട് രവീന്ദ്ര വർമ്മ എന്ന് പറയുന്ന അദ്ദേഹം പിന്നീട് മന്ത്രിയൊക്കെ ആയി. അപ്പോൾ അദ്ദേഹത്തിനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതിരോധിക്കുന്നതിന് വേണ്ടി ലോക സംഘർഷ സമിതി രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി ആ സംഘടന പ്രവർത്തിക്കാൻ തയ്യാറായി. ഇതിനെതിരായിട്ട് ശക്തമായ സമരങ്ങൾ വേണമെന്ന് തീരുമാനിച്ചു. നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ സർവോദയ നേതാവായിട്ടുള്ള ശ്രീ MP മന്മഥനായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ ഭാരതീയ ജനസംഘത്തിന്റെ പ്രവർത്തനമായിട്ടുള്ള ശ്രീ K രാമൻപിള്ള ആയിരുന്നു അതിന്റെ ജനറൽ സെക്രട്ടറി. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിന്റെ പ്രവർത്തനം വ്യാപിച്ചു. ആ ലോക സംഘർഷ സമിതിയുടെ തീരുമാനം ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം നടത്തണം എന്നായിരുന്നു. വളരെ ശക്തമായ നിലയ്ക്ക് സത്യാഗ്രഹ സമരങ്ങൾ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി ജൂൺ 25-ാം തീയതി അർദ്ധരാത്രിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ കേവലം 5 മാസം കൊണ്ട് മുൻനിര നേതാക്കളൊക്കെ കൽത്തുറുങ്കിലാണ്. രണ്ടാംകിട നേതാക്കളൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒളിവിൽ താമസിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുന്ന സമയത്ത് നവംബർ മാസം 75 നവംബർ മാസം 14-ാം തീയതി മുതൽ അടുത്ത ജനുവരി 14-ാം തീയതി വരെയുള്ള 2 മാസക്കാലം രാജ്യവ്യാപകമായി ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം നടത്തണമെന്ന് തീരുമാനിച്ചു. ആ സത്യാഗ്രഹ സമരം ഇന്ത്യയിൽ ആകമാനം ആ സത്യാഗ്രഹ സമരം നടന്നു. ഓരോ 11 പേരടങ്ങുന്ന ബാച്ചുകൾ ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസം സത്യാഗ്രഹ സമരം നടത്തണം എന്നായിരുന്നു തീരുമാനം. അത് വളരെ വിജയകരമായിട്ട് നടത്താൻ സാധിച്ചു. ആ സത്യാഗ്രഹ സമരത്തിന്റെ പേരിലാണ് അതായത് അതിനുശേഷം വന്ന ഷാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 1,75,000 പേര് ഈ സമരവുമായി ബന്ധപ്പെട്ടും അല്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഉൾപ്പെടെ ജയിലിനകത്തായി. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും 7,415 പേരോളം ജയിലിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത, ആ സമരത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാനൊക്കെ ആ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് 22 വയസ്സാണ്. അപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലീസ് അതിക്രൂരമായ മർദ്ദനം. ഒന്ന്, CPIയുടെ C അച്യുതമേനോനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അവരന്ന് ഇന്ദിരാഗാന്ധിക്ക് കീഴ്ചെവി വിളിക്കുമായിരുന്നു. CPI സാക്ഷാൽ കരുണാകരനായിരുന്നു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. കരുണാകരൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത നിർദ്ദേശം ഈ സമരത്തെ അടിച്ചൊതുക്കണം എന്നുള്ള നിലയ്ക്ക് വളരെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമുറകൾ പ്രയോഗിക്കാൻ പോലീസിന് പരമാധികാരം കൊടുത്തു. പക്ഷെ എന്നിട്ടും ഈ കൊച്ചു കേരളത്തിലെ ഏതാണ്ട് 8,000-9,000 ആളുകൾ ഇതിനെതിരായിട്ട് സമരം ചെയ്തു. പോലീസിന്റെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. ഞാനൊക്കെ ജയിലിൽ ചെല്ലുന്ന സമയത്ത് ഈ സമരം 2 മാസമാണ് തീരുമാനിച്ചതെങ്കിലും 1 മാസക്കാലം പിന്നിട്ടപ്പോൾ കേരളത്തിലെ സെൻട്രൽ ജയിലുകളും സബ് ജയിലുകളും ഒക്കെ നിറഞ്ഞു. അവിടെ ആളുകളെ പാർപ്പിക്കാൻ ഞാൻ ജയിലിൽ ചെല്ലുന്ന സമയത്ത്, ഞാൻ 1 മാസം പിന്നിട്ടിട്ടാണ് സമരത്തിൽ പങ്കെടുത്തത്. അവിടെ ചെല്ലുന്ന സമയത്ത് 12 പേർക്ക് കിടക്കാവുന്ന ജയിൽ സെല്ലിനകത്ത് 18 പേര് വരെ ആയി. പക്ഷെ അപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടെ ഒക്കെ ചേർന്ന് തീരുമാനിച്ചു 11 പേരുടെ ബാച്ച് സത്യാഗ്രഹം നടത്തി വന്നാൽ അതിൽ നിന്ന് എല്ലാവരെയും 2 ദിവസം ലോക്കപ്പിലിട്ട് മർദ്ദിക്കുക. അതിനുശേഷം അതിൽ നിന്ന് 2 പേരുടെ പേരിൽ മാത്രം കേസ് ചാർജ് ചെയ്ത് DAR ചാർജ് ചെയ്ത് ജയിലിനകത്താക്കുക. അപ്പോൾ ബാക്കി ആളുകളെ 2 ദിവസത്തെ മർദ്ദനങ്ങൾക്ക് ശേഷം ഇറക്കി വിടുക. അത്തരം ആളുകളുണ്ട്. അവരുടെ പേരിൽ FIR ഇല്ല, രേഖയില്ല. അവർക്ക് ആകെയുള്ള രേഖ അവരുടെ ശരീരത്തിലേറ്റ മർദ്ദനങ്ങൾ മാത്രമാണ്. അങ്ങനെ ഈ സമരത്തെ അതിഗംഭീരമായിട്ടുള്ള ഈ സമരം നേരിടാനായിട്ട് ലോക സംഘർഷ സമിതിക്ക് സാധിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് RSS, ജനസംഘം പോലെയുള്ള സംഘടനകളാണ്. അതിനകത്ത് സംഘടനാ കോൺഗ്രസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, മറ്റു പാർട്ടികൾ ഉണ്ടായിരുന്നു. കേരളത്തിലാണെങ്കിൽ അന്ന് 2 ലീഗായിരുന്നു. യുവത ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് പോലും ഇതിനകത്ത് കക്ഷി ചേർന്നിരുന്നു. പക്ഷെ അവരുടെ ആളുകളാരും സത്യാഗ്രഹ സമരത്തിന് വന്നില്ല. കാരണം പോലീസ് മർദ്ദനമൊക്കെ വളരെ രൂക്ഷമായപ്പോൾ
മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സമരത്തിൽ നിന്ന് മാറി അവരുടെ പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. സമരം ചെയ്യാൻ അവസാനം ഈ 2 സംഘടനകളിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഉണ്ടായത്. ഞങ്ങൾ ആ സമരം വളരെ എന്താ പറയുക, വളരെ തന്മയത്വത്തോടു കൂടി സംഘടനാ തലത്തിൽ ആ കാര്യങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. അതാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ ഇന്ദിരാഗാന്ധിയെ 21 മാസങ്ങൾക്ക് ശേഷം അവർ തന്നെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിലേക്ക് അവരെ എത്തിച്ചത് ഈ കാരണം കൊണ്ടാണ്. ശരി, വരാം അങ്ങയിലേക്ക്.